ഹായ് ഓൾ, നമുക്ക് അനലിറ്റിക് ഫങ്ഷൻസിൻ്റെ അടുത്ത തിയറം നോക്കാം. ക്വസ്റ്റ്യൻ നോക്കിയേ. ഇഫ് എഫ് ഓഫ് സെഡ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അനലിറ്റിക്, യു പ്ലസ് ഐ വി അനലിറ്റിക് ആണ്. പ്രൂവ് ദാറ്റ് യു ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആർ ഫാമിലീസ് ഓഫ് കർവ്സ് കട്ടിങ് ഓർത്തോഗണലി. ഓക്കെ, അതായത് യുവും വിയും കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അവർ ഓർത്തോഗണൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. വേറൊരു രീതിയിൽ ചോദിക്കുകയാണ്, ഡബ്ല്യു ഈക്വൽ ടു യു പ്ലസ് ഐ വി ഈസ് ആൻ അനലിറ്റിക് ഫംഗ്ഷൻ ദെൻ ദ ഫാമിലി ഓഫ് കർവ്സ്, ഇവർ രണ്ടുപേരും വിച്ച് ഫോംസ് ഓർത്തോഗണൽ സിസ്റ്റം, ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യണം. ഓർത്തോഗണലാണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, അവർ രണ്ടുപേരുടെയും സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്താൽ M1 M2, സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡെറിവേറ്റീവ്. ഓക്കെ, രണ്ടുപേരും ഡെറിവേറ്റീവ് മൾട്ടിപ്ലൈ ചെയ്താൽ -1 ആണെന്ന് കാണിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. യു ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, വി ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ യു ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഞാൻ C1 എന്ന് എടുക്കുന്നു. ഓക്കെ, യു ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ഫംഗ്ഷനാണ്, എക്സിൻ്റെയും വൈയുടെയും ടേമുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, ആദ്യം യുവിനെ എക്സിലെ ഡെറിവേറ്റീവ് ചെയ്യുന്നു, എന്നിട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് dx പ്ലസ് അടുത്തത് യുവിനെ വൈയിലെ ഡെറിവേറ്റീവ് ചെയ്യുക ഇൻറ്റു വൈയുടെ ഡെറിവേറ്റീവ് dy. ഓക്കെ, C1ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് 0. ഇനി അതിൽ നിന്ന് യു എക്സ് ഡി എക്സ് ഈക്വൽ ടു ഈ ടേം റൈറ്റിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ മൈനസ് യു വൈ ഡി വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഡി വൈ ഡി എക്സ് ഈക്വൽ ഡി വൈ ബൈ ഡി എക്സ് എടുക്കാം. അതായത് ഇയാളെ ഇങ്ങോട്ടേക്കും ഡി എക്സിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ഡിവിഷനാണ് വരുന്നത്. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് എന്ത് വരും, ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് യു എക്സ് ബൈ യു വൈ. ഈ മൾട്ടിപ്ലിക്കേഷൻ ഇങ്ങോട്ടേക്ക് പോകുമ്പോൾ എന്താവും, ഡിവിഷനായിട്ട് മാറും. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു മൈനസ് യു എക്സ് ബൈ യു വൈ. അപ്പോൾ ഒരു സ്ലോപ്പ് നമുക്ക് കിട്ടി, M1 എന്ന് പറയുന്നത് മൈനസ് യു എക്സ് ബൈ യു വൈ. അടുത്ത അതുപോലെ തന്നെ വി കോൺസ്റ്റൻ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ വി ഓഫ് എക്സ് വൈ ഈക്വൽ ടു C2. നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. വിനെ എക്സിൽ ഡെറിവേറ്റീവ് കാണുന്നു, എക്സിൻ്റെ ഡെറിവേറ്റീവ് ഡി എക്സ് പ്ലസ് വിനെ വൈയിൽ ഡെറിവേറ്റീവ് കാണുന്നു, വൈയുടെ ഡെറിവേറ്റീവ് ഡി വൈ. C2ൻ്റെ ഡെറിവേറ്റീവ് കോൺസ്റ്റൻറ്റ് 0. അപ്പോൾ വി എക്സ് ഡി എക്സ് ഈക്വൽ ടു മൈനസ് വി വൈ ഡി വൈ റൈറ്റിലോട്ട് കൊണ്ടുപോകുമ്പോൾ. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് എന്ത് വരും, ഇയാളെ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകാം. എന്ത് വരും, വി എക്സ് ഡിവൈഡഡ് ബൈ മൈനസ് വി വൈ, അതായത് മൈനസ് വി എക്സ് ബൈ വി വൈ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, അടുത്ത സ്ലോപ്പ് എന്ത് കിട്ടി, മൈനസ് വി എക്സ് ബൈ വി വൈ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, M1 M2 മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. അപ്പോൾ M1 ഇൻറ്റു M2, M1 എന്ന് പറയുന്നത് മൈനസ് യു എക്സ് ബൈ യു വൈ ആണ്, M2 എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ബൈ വി വൈ ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, ഈ വി എക്സ് എന്ന് പറയുന്നത് എന്താണ്, മൈനസ് വി എക്സ് എന്താണ്, യു അനലിറ്റിക് ആയതുകൊണ്ട് യു എക്സ് എന്ന് പറയുന്നത് വി വൈ ആണ്, യു വൈ എന്ന് പറയുന്നത് മൈനസ് വി എക്സ് ആണ്. അപ്പോൾ ഈ മൈനസ് വി എക്സിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, യു വൈ എന്ന് കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ വി വൈക്ക് പകരം എന്ത് കൊടുക്കാം, വി വൈ എന്ന് പറഞ്ഞാൽ ആരാ, യു എക്സ് അല്ലേ, വി വൈക്ക് പകരം യു എക്സ് എന്ന് കൊടുക്കാം. അപ്പോൾ നോക്കിയേ, ക്യാൻസൽ ചെയ്ത് നോക്കിയേ, യു എക്സ് പോയി, യു വൈ പോയി, ബാക്കിയുടെ ഒരു -1 ഉണ്ട്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്ക് M1 M2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി, -1 കിട്ടി. അപ്പോൾ നമുക്കത് ഓർത്തോഗണലാണെന്ന് പറയാം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, ഓർത്തോഗണലാണെന്ന് കാണിക്കാൻ എന്ത് ചെയ്താൽ മതി, രണ്ടെണ്ണത്തിൻ്റെയും സ്ലോപ്പ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് -1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രൂവ് ദാറ്റ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് സെഡ് ഈക്വൽ ടു മോഡ് സെഡ് സ്ക്വയർ ഈസ് ഡിഫറൻഷ്യബിൾ ഓൺലി അറ്റ് ദ ഒറിജിനിൽ മാത്രമേ ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളൂ എന്ന് കാണിക്കണം. എഫ് ഓഫ് സെഡ് മോഡ് സെഡ് സ്ക്വയർ ആണല്ലോ. മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണ് അല്ലേ. സെഡ് എക്സ് പ്ലസ് ഐ വൈ ആണെന്നുണ്ടെങ്കിൽ മോഡ് സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് മോഡ് സെഡ്. ഓക്കെ, മോഡ് സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താവും, ഇതിൻ്റെ റൂട്ട് പോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം, എഫ് ഓഫ് സെഡ് എന്ന് പറഞ്ഞാൽ മോഡ് സെഡ് സ്ക്വയർ, അതായത് എഫ് ഓഫ് സെഡ് യു പ്ലസ് ഐ വി. മോഡ് സെഡിൻ്റെ സ്ക്വയർ അതായത് റൂട്ട് പോവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇനി നോക്കാം, യു എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, കാരണം ഇതിൽ റിയൽ പാർട്ട് മാത്രമേ ഉള്ളൂ അല്ലേ, ഐൻ്റെ ടേമില്ലല്ലോ. അതുകൊണ്ട് യു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്, വി 0 ആണ്. ഇനി അനലിറ്റിക് ആണോ നോക്കാനായിട്ട് നോക്കിയേ, യു എക്സ് എന്ത് വരും, യുവിനെ എക്സിലെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2x, യുവിനെ വൈയിലെ ഡെറിവേറ്റീവ് ചെയ്യുമ്പോൾ 2y, വിനെ എന്തിൽ ഡെറിവേറ്റീവ് ചെയ്താലും 0 തന്നെ. ഓക്കെ, അനലിറ്റിക് ആയതുകൊണ്ട് യു എക്സും വി വൈയും ഈക്വൽ ആണ്, അതായത് 2x ഈക്വൽ ടു 0 വരണം. 2x 0 വരണമെങ്കിൽ x 0 വരണം അല്ലേ. യു എക്സും യു വൈ ഈക്വൽ ആണ്, അതായത് 2x ഈക്വൽ ടു 0. 2x 0 വരണമെങ്കിൽ x എന്താവണം, 0 വരണം. അതുപോലെ തന്നെ ഇവിടെ 2y ഈക്വൽ ടു 0 വരും. 2y 0 വരണം എന്നുണ്ടെങ്കിൽ y എന്ത് വരണം, 0 വരണം. ഓക്കെ, അപ്പോൾ എക്സ് വൈ എന്താണ്, എക്സും വൈയും സീറോസ് ആണ്.
അതായത് 0 എന്ന് പറയുന്ന പോയിന്റിലാണ് അത് ഡിഫറൻഷ്യബിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ അനലറ്റിക് ആയിട്ടുള്ളത്. ഓക്കെ,